നമ്മളിന്ന് ലിസാൻ ഖുർആൻ 3ാം ക്ലാസ്സിൻ്റെ ലിസാൻ ഖുർആനിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്ത് വെക്കുന്നത്. മദ്രസ ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ സഹായത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് നോക്കാം. 1 4 എന്നതിന് എന്ത് പറയും? അർബ എന്നാണ്. അടുത്ത് തെജ്മാഊൻ. തെജ്മാഊൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, വാവുനുണ്ട്. അപ്പോൾ എത്ര ആളുണ്ടാവും? 3 പ്ലസ് ആൾ, 3-ലധികം ആളുകളുണ്ടാവും. അൻതുമ എന്ന് പറഞ്ഞാൽ 2 ആളുകളാണ്. പിന്നെ ഹുമ എന്ന് പറഞ്ഞാൽ 2 ആളുകളാണ്. നെഹ്നു എന്ന് പറഞ്ഞാൽ നമ്മളാണ്, വി എന്നാണ്. അപ്പോൾ അൻതുമാണ് അവിടെ വരിക, ആൻസർ അൻതും തെജ്തമിഊൻ. പിന്നെ യദ്ഖുലു മാജിദുൻ അൽ മസ്ജിദ, മാജിദ് പള്ളിയിൽ പ്രവേശിച്ചു. അൻതും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 പ്ലസ് ആണ്, 3-ലധികം ആളുകളുണ്ടാവും. നിങ്ങൾ എന്താണ്? ദാരിസൂന, പഠിക്കുന്നവരാണ്. ഹക്കീബത്തി അല താവില, ഹക്കീബത്ത് പറഞ്ഞാൽ ബേഗാണ്, താവില മേശയാണ്. അപ്പോൾ ഹക്കീബത്തി അല താവില, മേശയുടെ മുകളിലാണ് ബേഗ്. അപ്പോൾ എൻ്റെ ബേഗ് എവിടെയാണ്? മേശൻ്റെ മേലാണ്. അൻത, നീ ആരാണ്? അഹി, എൻ്റെ സഹോദരനാണ്. കാരണം ഗേളാണെങ്കിൽ അൻറ്റി എന്ന് പറയാം, അൻത എന്ന് പറഞ്ഞാൽ അത് ബോയിയാണ്. അടുത്തത് അയിന മദ്രസത്തുക്കും, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? നിങ്ങളുടെ കും എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട്. അപ്പോൾ യാ ഔലാദ്, കുട്ടികളെ. അൻത ബോയിയാണ്. അൻത ജാലിസുൻ, നീ ഇരിക്കുന്നവനാണ്. അൽ ഹിറത്തു, പൂച്ച. അഷജറത്തി, മരത്തിൽ എന്ന് പറയില്ല, മരത്തിൻ്റെ മുകളിലാണ് അല. പിന്നെ അൻത യാസിറുൻ, നീ ആരാണ്? യാസിർ എന്ന ആൺകുട്ടിയാണ്. 13 മാങ്ങകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 13 എന്ന് പറഞ്ഞാൽ 10 + 3 ആണ്. 10-ന് ആശറ എന്ന് പറയും, 3-ന് സലാസ എന്ന് പറയും. അപ്പോൾ എന്താ പറയുക? സലാസത്തെ ആശറ മാഞ്ച എന്ന് പറയാം. പിന്നെ യമീൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? യമീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ലെഫ്റ്റ് സൈഡ്, ഷിമാൽ. തഹത്ത എന്ന് പറഞ്ഞാൽ അടിയിലാണ്, അണ്ടറാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? എബൗ, ഫൗക്ക് എന്ന് പറഞ്ഞത്. അമാം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് വറ, ബാക്ക്. പിന്നെ നെഹ്നു നോയിദു, ഞങ്ങൾ തയ്യാറാക്കുന്നു. പിന്നെയോ അൻറ്റി അല്ലെങ്കിൽ ഹിയ സൈനബുൻ, അവളാരാണ്? സൈനബയാണ്. പിന്നെ ഐനൽ ഹിറ, എവിടെയാണ് പൂച്ച? എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിന് എന്താ പറയുക? അഷറ എന്ന് പറയാം. പിന്നെ അൽ ഫേലുൽ മുലാരിയായ ഫീലിനൊരു എക്സാമ്പിൾ യസ്മാഉ, അവസാനത്തിൽ നമ്മുണ്ടാവും, ആദ്യത്തിൽ എന്തുണ്ടാവും? അലിഫോ നൂനോ യാ ഓ താ ഓ, അനിയത്തിയിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. ഇസ്മുക്ക, മാ ഇസ്മുക്ക, നിൻ്റെ പേരെന്താണ്? യോജിച്ചത് ചേർക്കാം. ഐ എന്താണ്? പിന്നെ ദീക്കിൻ്റെ ഓപ്പോസിറ്റാണ് ദജാജത്ത്. അബ്, ഉപ്പൻ്റെ ഓപ്പോസിറ്റാണ് ഉമ്മ. ഇബിനിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ബിന്ത്. അഹിൻ്റെ ഓപ്പോസിറ്റാണ് ഉഖ്ത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ 20 ആണ്, 20. മൻ ഉസ്താദുക്ക്, ആരാണ് എൻ്റെ ഉസ്താദ്? പിന്നെ മൻ ഹാദിഹി, ആരാണ് ഇവരെല്ലാം? അയിന കിതാബുക്കി യാ ഫാത്തിമ, കാരണം കെസറാണ്, കെസർ വന്നാൽ അത് ഗേളായിരിക്കും. അൽ ഫേലുൽ മാലിയായ ഫീലിന് എക്സാമ്പിളാണ് എന്ത്? കാല, ബാക്കി എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ അത്തൈന എന്നുള്ളതിൽ അല്ലെങ്കിൽ അനിയത്തി എന്നുള്ളതിൽ അക്ഷരവും ലാസ്റ്റിൽ അമ്മുണ്ട്. നെഹ്നു, നമ്മളാരാണ്? അബ്നാഉൻ, നമ്മൾ മക്കളാണ്. കൈഫ ഹാലുക്ക് അല്ലെങ്കിൽ കൈഫ ഹാലുക്കി, എങ്ങനെയുണ്ട്? ഇന്ത്യ അൽ ജവാലുൻ വാഹിദ്, എൻ്റെ അടുക്കൽ ഒരു മൊബൈലുണ്ട്. പിന്നെയോ യാ സാലിമേ, നീ എന്താണ്? അൻത സുദിയക്കി, നീ എൻ്റെ കൂട്ടുകാരനാണ്. അയിന മദ്രസത്തുക്കി, എൻ്റെ മദ്രസ എവിടെയാണ്? പെൺകുട്ടിനോട് ചോദിക്കുകയാണ്. അൻറ്റി ത്വാലിബത്തുൻ,